ഇഡി കൈക്കൂലി കേസിലെ ഒന്നാം പ്രതി ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ആരോപണങ്ങൾ ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണെന്നും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം. അതേസമയം കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് എസ്.പി. എസ്. ശശിധരൻ പറഞ്ഞു. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും പ്രതികളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നുമാണ് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ വാദം. ആരോപണമുന്നയിച്ച ആളുടെ ലക്ഷ്യം ഇഡി കേസിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ താനുമായി ബന്ധമില്ലാത്തതാണെന്നും അതിന് തെളിവുകളുടെ പിൻബലമില്ലെന്നും ശേഖർ കുമാർ വാദിക്കുന്നു. ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കും. കൈക്കൂലി കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് എസ്.പി. എസ്. ശശിധരൻ. അഴിമതിക്കെതിരെ ഉള്ള സന്ധിയില്ലാത്ത സമരമാണ്. അതിലിപ്പോൾ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ, ഈ പറയുന്ന പരാതിയിൽ പ്രിലിമിനറി ആയിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഇനി ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അതിൻ്റെ യഥാർത്ഥ അവസ്ഥ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നു വരികയാണ്. കേസൊതുക്കാൻ കശുവണ്ടി വ്യവസായിയിൽ നിന്നും 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ 3 പ്രതികൾക്കും കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.